ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ തന്നെയാണ്. ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ക്ലിപ്പിൽ നിങ്ങൾ നേരത്തെ അയച്ച വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ അയച്ചിട്ടിരിക്കുക. ഒരു 3-4 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് പെൻഡിങ് ഇല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ താഴെ കിടന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കോൾ ചെയ്താൽ കിട്ടത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടാം. ആദ്യം വീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുഖിപ്രാവുകളാണ് വന്നിട്ടുള്ളത്. പെയർ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് ആ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 700 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുള്ളൻകോഴിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് 250 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 250 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം നാടൻ പ്രാവുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 150 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കുറച്ചധികം പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 150 രൂപയാണ് റേറ്റ് വരുന്നത്. പെയറുണ്ട്, പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പീസായിട്ടും എടുക്കാം. താല്പര്യമുള്ളവർ കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പറവേനയാണ് വന്നിട്ടുള്ളത്. 200 രൂപയാണ് നമുക്കിതിൻ്റെ പീസ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട സുഹൃത്തിൻ്റെ തന്നെയാണ് കേട്ടോ. 200 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്ലൈങ് ഡക്കാണ് വന്നിട്ടുള്ളത്. 2000 രൂപയാണ് നമുക്കിതിൻ്റെ മെയിലിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയാണ്. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാഷ് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 75-76 ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ്. 5000 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 5000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ബ്രീഡറിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. പെയർ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 600 രൂപയാണ് ആ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 600 രൂപയാണ് പെയർ റേറ്റ്. ഡിസ്ക്രിപ്ഷനിൽ ബ്രീഡറിൻ്റെ നമ്പർ ഉണ്ടാവും കേട്ടോ. താല്പര്യമുള്ളവർ വാങ്ങുക. 600 രൂപയാണ് പെയർ റേറ്റ്. ഒരുപാട് പ്രാവുകളുണ്ട്, നമുക്ക് വരും ക്ലിപ്പിലായിട്ട് കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാബിറ്റാണ് വന്നിട്ടുള്ളത്. 4 മാസം ഏജ് ആയിട്ടുള്ള റാബിറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 400 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 7 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 400 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1 മാസം ഏജ് ആയിട്ടുള്ള ഫ്ലൈൻ ഡക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 250 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും എറണാകുളത്ത് തന്നെയാണ്, കോഡ് നമ്പർ 7 തന്നെയാണ്. 250 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാടൻ കോഴികളാണ് കാണാനായിട്ട് സാധിക്കും. നാടൻ കോഴി കുഞ്ഞുങ്ങളാണ്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 150 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. 15 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 150 രൂപ. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 8 ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കിങ്ങാണ് വന്നിട്ടുള്ളത്. 3700 രൂപയാണ് നമുക്ക് ഈ കിങ്ങിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 3700 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് മുതിരയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1400 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാസർഗോഡ് തന്നെയാണ്, കോഡ് നമ്പർ 9 ആണ്. 1400 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാറ്റിയാണ് വന്നിട്ടുള്ളത്. 1000 രൂപയാണ് നമുക്ക് ഈ സാറ്റിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡാണ്, കോഡ് നമ്പർ 9 ആണ് കേട്ടോ. പ്രാവുകൾ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കിങ്ങാണ് വന്നിട്ടുള്ളത്. 2700 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡാണ്, കോഡ് നമ്പർ 9. റേറ്റ് 2700 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 350 രൂപയാണ് പെയർ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്, കോഡ് നമ്പർ 10 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് വരുന്നത് 350 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തേക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ചധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. പെയർ റേറ്റ് അവർ യൂസ് ചെയ്യുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്, കോഡ് നമ്പർ 11 ആണ്. കുറച്ചധികം പ്രാവുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അത് വരും ക്ലിപ്പിലായിട്ട് കാണാം. അടുത്തേക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 700 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും എറണാകുളത്താണ്, കോഡ് നമ്പർ 11 ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ തുടർന്ന് കിടലം വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.